ഹായ് ഡിയേഴ്സ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് വെയിറ്റ് ലോസ് ജേണി ഡേ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഇന്നത്തെ വെയിറ്റ് വന്നിട്ട് 81.50 ഗ്രാംസ് ആണ് കേട്ടോ, കിലോഗ്രാംസ് ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഡ്രിങ്കായിട്ട് കുടിച്ചത്, രാവിലെ സാദാ വെള്ളം കുടിച്ചു കേട്ടോ. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് ജീരക വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് തുളസി ഇലയൊക്കെ ഇട്ടിട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു റിഫ്രഷായിട്ട് തോന്നി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണത് ഓട്സാണ് ഞാൻ കഴിക്കണത്. എല്ലാവരും ഓട്സ് സ്മൂത്തിയൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കാറില്ല, എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഞാൻ 3 ഈന്തപ്പഴം ഇട്ടിട്ട് മിക്സിയിൽ അര ഗ്ലാസ് പാലാണ് കേട്ടോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പാലിൽ. എന്നിട്ട് അതെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും. അതിലേക്കാണ് ഞാൻ ചിയാ സീഡ് ചേർക്കും. ആദ്യം അതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു നട്ട്സിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഒരു 5-6 കൂട്ട് നട്ട്സിൻ്റെ പൗഡർ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അത് ഞാനൊരു 1.5 ടീസ്പൂൺ 1 ടീസ്പൂൺ ഇടും കേട്ടോ. അതിട്ടിട്ട് അത് നല്ലതാണ്, നമുക്ക് പ്രോട്ടീനൊക്കെ അത്യാവശ്യം കിട്ടും. നല്ലതാണ് അത് കഴിക്കണത്, നട്ട്സൊക്കെ കഴിക്കണത്. നട്ട്സ് മുറിച്ചിട്ടാലും മതി. അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ ചിയാ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ചിയാ സീഡ് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ടയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് കൂടുതൽ ഓട്സ് എനിക്ക് ഇതിലിടുന്നത് വലിയ താല്പര്യമില്ല കേട്ടോ. കൂടുതലിടുമ്പോൾ കുറച്ച് കട്ടി പോലെ ആവില്ലേ, എനിക്ക് അങ്ങനെ നല്ല കട്ടിയിൽ കഴിക്കുന്നത് ഇഷ്ടമല്ല, കുറച്ച് ലൂസായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ പാടെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് സ്മൂത്തി പോലെ കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് കൂടെ കുറച്ച് തേങ്ങയുടെ കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അത് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിറക്കുന്നത്. അപ്പോൾ നമുക്ക് റോബസ്റ്റയാണ് ഞാൻ ചേർക്കാറ്. ഇപ്പോൾ ഉള്ള പഴം ഒരു കദളിപ്പഴം എന്താണെന്ന് എനിക്കറിയില്ല, ആ ഒരു പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുറിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കൂടെ. അപ്പോൾ അതൊക്കെ പാടൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ വയറ് ഫില്ലാവും. അപ്പോൾ ഇതിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് ഓവർനൈറ്റ് വെച്ചിട്ടൊക്കെ കഴിക്കണവരുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ഇതൊരു അരമണിക്കൂർ മൂടി വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. ഇനി ലഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇന്ന് ലഞ്ചിന് കടലയും അതേപോലെ കടല ഉപ്പേരിയാണ് കേട്ടോ. കടല ഉപ്പേരി തോരൻ എന്നൊക്കെ പറയില്ലേ, അതും പിന്നെ തൈരും ചമ്മന്തിയാണ് അമ്മ. പിന്നെ ഒരു 4 മണി കുട്ടികൾ സ്കൂൾ വിട്ട് വരാറാകുമ്പോഴേക്കും ചായ വെച്ചപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ തോന്നി കേട്ടോ. നമ്മളിപ്പോൾ ഡെയിലി ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് നടന്ന ആൾക്കാരല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നിർത്തുമ്പോൾ ഒരു ഇത് വരണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ട് കുടിക്കും. ശർക്കരയാണ് ഇടാറ് കേട്ടോ, പഞ്ചസാര ഇടാറില്ല. പഞ്ചസാര അധികം ഒഴിവാക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം എക്സസൈസ് ചെയ്യും കേട്ടോ. അത് രാവിലെ വൈകുന്നേരം എന്നൊന്നുമില്ല, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ രാവിലെ ചെയ്യാം, ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാവും കേട്ടോ. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ധാരാളം വെള്ളം കുടിക്കണം പറഞ്ഞെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസേന കുടിച്ചിരിക്കണം കേട്ടോ. അത് കുടിക്കാൻ നോക്കണം. പിന്നെ ഇതാണ് എൻ്റെ ഡിന്നർ. ഒരു ചപ്പാത്തിയും 2 മുട്ടക്കറിയും 2 മുട്ടയും.